നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ NSS യൂണിറ്റിന്റെ വാർഷികാഘോഷങ്ങൾ നടന്നു. ഇരിങ്ങാലക്കുട നോർത്ത് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൊക്കേഷണൽ അവാർഡ് നൈറ്റ് വനം വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ NSS വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ N ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ അവസരമുണ്ടായതും ഇങ്ങനെ ഉദ്ഘാടന കർമ്മം നടക്കാൻ സാഹചര്യം ഉണ്ടായതും കാരണക്കാരൻ ഞാൻ തന്നെയാണെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പുള്ള ഈ സ്ഥാപനത്തിലെ NSS പ്രവർത്തനങ്ങൾ അത്തരത്തിൽ വിഷമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. 4 കൊല്ലം പ്രിൻസിപ്പളായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. ഈ 4 കൊല്ലക്കാലം അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ആ ഒരു പ്രസ്ഥാനം അത് വഴിതെറ്റി പോകുന്ന സാഹചര്യം അങ്ങനെയൊക്കെ വന്നപ്പോൾ കുട്ടികളുടെ നല്ല നടപ്പുകൾക്ക് പോലും അത് ചോദ്യചിഹ്നമായപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഞാൻ ആലോചിച്ചു. ഞാൻ തന്നെയാണ് അത് വൈൻഡപ്പ് ചെയ്തത്. ഈ സ്ഥാപനത്തിലെ NSS നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച ഒരു മഹത് പ്രസ്ഥാനമാണ് NSS. വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ശാരീരികവും മാനസികവും. പ്രിൻസിപ്പാൾ VV സദാശിവൻ അധ്യക്ഷനായിരുന്നു. കൃഷ്ണപ്രസാദ്, TK പുഷ്കരൻ, VAH വലപ്പാട്, NB സ്വരാജ്, മുഹമ്മദ് സഫീദ്, PR റൌഫ്, T ജയചന്ദ്രൻ, K അജിത് ബാബു എന്നിവരും സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മദ്യാസക്തിക്കെതിരെ മാനവ ജാഗ്രതാ സദസ്സ് നടത്തി. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അലി രാമദാസ് അധ്യക്ഷയായിരുന്നു. PA രാമദാസ്, PR ഷാജിമോൻ, PB കണ്ണൻ എന്നിവരും സംസാരിച്ചു. AR സത്യൻ സ്വാഗതവും ബീന അജയ് ഘോഷ് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ബീന അജയ് ഘോഷിനെ കൺവീനറായും AR സത്യനെ ചെയർമാനായും അലി രാമദാസിനെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. മദനിയുടെ ജാമ്യനിഷേധത്തോടെ PDP പ്രവർത്തകരെ തകർക്കാനാവില്ലെന്നും പാർട്ടി 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചുവരുമെന്നും PDP നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗം അഭിപ്രായപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് റസാഖ് ചേർപ്പ് അധ്യക്ഷനായിരുന്നു. ഷാഹിം ഇടശ്ശേരി, അനൂപ്, അക്ബർ, യൂസഫ്, സലീം തളിക്കുളം എന്നിവരും സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിൽ മുട്ടുകായൽ ബണ്ട് കെട്ടാത്തതിനാൽ ഉപ്പുവെള്ളം കയറി 200ഓളം കർഷകർ ദുരിതത്തിലായി. പഞ്ചായത്തിന്റെ വടക്ക് പ്രദേശത്ത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിനോട് ചേർന്ന പ്രദേശത്താണ് പഞ്ചായത്ത് ചീപ്പ് കെട്ടാത്തത്. അതിനാൽ ഒരാഴ്ചയോളമായി പ്രദേശമാകെ ഉപ്പുവെള്ളമാണ്. കുളങ്ങളും കിണറുകളിലും ഉപ്പ് കയറിയത് മൂലം കുടിവെള്ളത്തിന് പോലും പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ്. 2 ആഴ്ച മുൻപാണ് കനോലി കനാലിൽ ഉപ്പുവെള്ളം കയറിയത്. സാധാരണയായി മുൻകാലങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് പുളിക്കെട്ടുകൾ കെട്ടാറുണ്ട്. എന്നാൽ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. ഇത്തവണ പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് നിർമ്മാണം വൈകിയതെന്നാണ് ആക്ഷേപം. ഇതുമൂലം വാടാനപ്പള്ളി പഞ്ചായത്തിന്റെ തെക്ക് ഭാഗങ്ങൾ വരെ ദുരിതത്തിലാണ്. വീട്ടുപറമ്പിൽ നട്ടുവളർത്തുന്ന ചീര, വെണ്ട, വഴുതിന, മരച്ചീനി മുതലായ ഇടവിളകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.